നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 ഇനി വരാനിരിക്കുന്നത് വൻ ദുരന്തങ്ങളെന്ന് പ്രവചനം. ഉഗ്രഭൂകമ്പങ്ങൾ, സുനാമികൾ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടും. പ്രവചനങ്ങളെ വിശ്വസിക്കേണ്ടതുണ്ടോ? അതൊക്കെ സത്യമെന്നൊരു കൂട്ടരും എല്ലാം വെറും പ്രഹസനമെന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ വീണ്ടും ചൂടൻ ചർച്ചയായി മാറുകയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. ഇപ്പോൾ അത് ചർച്ചയാകാൻ കാരണങ്ങളുണ്ട്. 2025 ദുരന്തങ്ങളുടെ കുത്തൊഴുക്ക് എന്നാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കയും ജപ്പാനും ചൈനയും വിറങ്ങലിച്ച പ്രകൃതി ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളുവെന്നാണ് സൂചന. 2025 സംഭവിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്ന ചില കാര്യങ്ങൾ സത്യമായെന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. 2025 ഭൂമിയിൽ ഭീകര ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നുവെന്നും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂകമ്പം വാങ്കയുടെ പ്രവചനവുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം പൊട്ടത്തരങ്ങൾ എന്തിന് വിശ്വസിക്കണമെന്ന് മറ്റൊരു കൂട്ടർ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറ പോലുമില്ല എന്നാണ് പ്രവചനങ്ങളെ തള്ളിപ്പറയുന്നവർ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ അത്തരക്കാരെ ഖണ്ഡിച്ചുകൊണ്ട് ചിലർ പറയുന്നത് പ്രവചനം മതപരമായ കാര്യമല്ല, ഇതും ഒരു സയൻസ് അല്ലേ എന്നാണ്. സിക്സ്ത് സെൻസ് ഒരു സയൻസ് അല്ലേ എന്നും പ്രവചനങ്ങളിൽ ചില സത്യങ്ങൾ ഉണ്ടെന്നും പാടെ തള്ളിക്കളയേണ്ട എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഇപ്പോൾ ട്രെൻഡാകാനുള്ള കാരണം എന്താണെന്നല്ലേ? 2025 യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്ന് വാങ്ക പ്രവചിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. യൂറോപ്പിൽ വരാൻ പോകുന്ന വലിയ തോതിലുള്ള സംഘർഷത്തിന് ഈ പ്രവചനത്തിന് ബന്ധമുണ്ട് എന്നാണ് ഒരു കൂട്ടർ വിലയിരുത്തുന്നത്. അതുപോലെ വൈദ്യശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങൾ, സാമ്പത്തികമോ പാരിസ്ഥിതികമോ ആയ പ്രക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ, വിപണി തകർച്ചകൾ ഇതൊക്കെ ബാബ വാങ്ക പ്രവചിച്ചു വച്ചിട്ടുണ്ട്. 2025 പകുതിയിലെത്തി. അതായത് നമ്മൾ ജൂലൈ മാസത്തിലാണ്. ഇനി എത്ര മാസങ്ങൾ കൂടി കിടക്കുന്നു? ഇനി എന്തൊക്കെ ദുരന്തങ്ങൾ കാണേണ്ടി വരും എന്നൊക്കെയാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത് ഈ വാർത്തകൾക്ക് താഴെ. 2033 ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ആഗോള സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നൊക്കെ വാങ്ക പ്രവചിച്ചു വെച്ചു അത്രേ. കൂടാതെ 2130 അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ബന്ധം സ്ഥാപിക്കും. 3005 ചൊവ്വയിലെ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യർ യുദ്ധത്തിലേർപ്പെടും. 3797 ഭൂമി വാസയോഗ്യമല്ലാതാകും. ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരാകും എന്നിങ്ങനെയൊക്കെയാണ് ബാബ വാങ്കയുടെ മറ്റ് പ്രവചനങ്ങൾ. 5079 ലോകം അവസാനിക്കുമെന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ അവകാശപ്പെടുന്നുണ്ട്. 2025 ലോകം അവസാനിക്കുമെന്നും 2027 ലോകം അവസാനിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള ഇതിനു മുമ്പത്തെ ഒരുപാട് പ്രവചനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ 2025 എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2025 സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ നമ്മൾ പല പ്രകൃതി ദുരന്തങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാം അത് പ്രവചനങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? നൂറ്റാണ്ടുകൾ മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ബാബ വാങ്ക. അവർക്ക് കണ്ണ് കാണുമായിരുന്നില്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള കുറേ പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ ആംപ്ലിഫിക്കേഷനുകളായ യൂട്യൂബ്, ടിക്ടോക്ക്, എക്സ്, ജ്യോതിഷം, വാർത്താ സൈറ്റുകൾ എന്നിവയിലുടനീളം വാങ്കയുടെ നിഗൂഢ പ്രവചനങ്ങൾ പ്രചരിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ പ്രവചനങ്ങളുടെ അവ്യക്തവും തുറന്ന വ്യാഖ്യാന സ്വഭാവവും ഇപ്പോഴത്തെ പല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സൈബർ ലോകം കാണുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ യഥാർത്ഥ രേഖകൾ ഒന്നും തന്നെ ലഭ്യമല്ല. വാങ്ക മരിക്കുന്നതിന് മുൻപുള്ള ഇത്തരം പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അവ അവ്യക്തമോ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പുതുക്കിയതോ ആയിരിക്കും. അതിനാൽ ഇവയെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കണം എന്നില്ല. ബാൽക്കനിലെ നോസ്ട്രഡാമസ് എന്നാണ് ബാബ വാങ്ക അറിയപ്പെട്ടിരുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ അന്ധയായിരുന്ന അവർ ദർശനാത്മക കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയും കുർസ്ക്
അന്തർവാഹിനി ദുരന്തം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, ബരാക് ഒബാമയുടെ പ്രസിഡന്റ് സ്ഥാനം, 2004 സുനാമി എന്നീ സംഭവങ്ങളൊക്കെ പ്രവചിച്ചതിലൂടെ പ്രശസ്തി നേടുകയും ചെയ്തു. 1996 അന്തരിച്ച ബാബ വാങ്കയുടെ പഴയ പല പ്രവചനങ്ങളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ബാബ വാങ്ക ഒരു സിക്സ്ത് സെൻസ് ഉള്ള ആളായിരുന്നുവെന്നും എന്നാൽ അതല്ല, അവർ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയതാണ് എന്നൊക്കെയാണ് പല രീതിയിലുള്ള അവകാശവാദങ്ങൾ, പോർവിളികൾ, ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദർശനങ്ങളെ പലപ്പോഴും ഒരു നിഗൂഢമായ കാഴ്ചപ്പാടിലൂടെയാണ് ആളുകൾ കാണുന്നതെങ്കിലും ജ്യോതിഷത്തിലും സംഖ്യാശാസ്ത്രത്തിലും താല്പര്യമുള്ളവർക്കിടയിൽ അവ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും വിശ്വസിക്കുന്ന പല ആൾക്കാരുമുണ്ടല്ലോ. 2025 തുടങ്ങിയത് മുതൽ വൻ പ്രകൃതി ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും പ്രളയവും അമേരിക്കയെ വിറപ്പിച്ചു. ഭൂകമ്പങ്ങൾ ജപ്പാനെ വേട്ടയാടി. ജപ്പാനിൽ ഈ വർഷം സുനാമി ഉണ്ടായേക്കും എന്ന ഒരു സൂചനയും വരുന്നുണ്ട്. റിയോ തൽസുഗിയുടെ പ്രവചനം കാരണം ജപ്പാന് വലിയ സാമ്പത്തിക തകർച്ചയാണ് ഉണ്ടായത്. രാക്ഷസ സുനാമി ജപ്പാനെ വിഴുങ്ങുമെന്നായിരുന്നു റിയോ തൽസുഗി പ്രവചിച്ചത്. അത് വിശ്വസിച്ച് ജപ്പാൻ ജനങ്ങൾ രാജ്യത്ത് നിന്നോടി. ജപ്പാനിലേക്കുള്ള യാത്രകൾ മറ്റ് രാജ്യക്കാർ ഒഴിവാക്കി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിലൂടെ ജപ്പാന്റെ ടൂറിസം മേഖലയ്ക്കുണ്ടായത്. എന്നാൽ സുനാമി ഉണ്ടായില്ല. പകരം ഭൂമികുലുക്കവും പർവ്വതം പൊട്ടിത്തെറിച്ച് ദുരന്തവും സംഭവിച്ചു. ജപ്പാനെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ രാജ്യം അങ്ങനെയാണ്. ഭൂമികുലുക്കവും സുനാമിയും ഒക്കെ നിരന്തരം വേട്ടയാടുന്ന ഒരു രാജ്യം. ആരെന്ത് പ്രവചിച്ചാലും ജപ്പാൻകാർ അത് വിശ്വസിക്കും. അത് അവരുടെ അവസ്ഥയാണ്. എന്തായാലും പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരെ ബാബ വാങ്ക വീണ്ടും ഭയപ്പെടുത്തുകയാണ്. വാർത്തയ്ക്ക് താഴെ മലയാളികൾ കമന്റ് ഇടുന്നത്, ആ അമ്മച്ചി ഇന്ത്യയിൽ വല്ല ദുരന്തവും പ്രവചിച്ചിട്ടുണ്ടോ, ചത്തൊടുങ്ങേണ്ടി വരുമോ എന്നൊക്കെ.